എന്റെ അമ്മാവൻ താമസിച്ചിരുന്ന ഗുഹയിൽ പ്രേതം ഉണ്ടായിരുന്നു. അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഗുഹയിൽ പ്രേതമുണ്ടെന്ന് എങ്ങനെ അറിയും സൂത്ര? പല പല വഴികളുണ്ട്. ഇരിക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. കഥ പറയാൻ പോവുകയാണോ ചേട്ടാ? കഥയല്ല, കാര്യമാ. താനും കേട്ടോ. ഗുഹയിൽ തന്റെ കൂടെ മറ്റാരോ ഉണ്ട് എന്ന് തോന്നാറുണ്ടോ? ഇല്ല. പിന്നെ ഗുഹയ്ക്കകത്ത് നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? അതുമില്ല. എന്നാ പിന്നെ തന്റെ ഗുഹയിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ചേട്ടാ, എന്റെ ഗുഹയിൽ ഇത് രണ്ടുമുണ്ട്. എന്റെ കൂടെ ഗുഹയിൽ ആളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ടോ? ഒച്ചയും കേൾക്കാം. അത് കുഴപ്പമാണോ? അത് കുഴപ്പമാണ്, വലിയ കുഴപ്പമാണ്. അയ്യോ, അപ്പൊ ഞാനെന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് വേറെ ഒരാളോട് ചോദിക്കാം. പറ്റിയ ഒരാളുണ്ടാവാ. സത്യത്തിൽ എന്താ എന്റെ ഗുഹയ്ക്ക് കുഴപ്പം? അത് താൻ അറിയണ്ട. കേട്ടാൽ പേടിക്കും. ഇതാണ് പ്രശ്നം. ആ പയ്യൻ ഒരു പാവമാ, സഹായിക്കണം. ഗുഹയിലെ പ്രേതത്തെ ഒഴിവാക്കാൻ പറ്റിയ വഴി ഒന്നേ ഉള്ളൂ, ഗുഹ പൊളിക്കുക. അയ്യോ, ഗുഹ പൊളിക്കാതെ ഒരു വഴിയുമില്ല അല്ലേ? ഇല്ലെന്നാ മന്ത്രവാദി പറയുന്നത്. മന്ത്രം ചൊല്ലി വേണം ഗുഹ പൊളിക്കാൻ. ഞാനിരുന്ന് മന്ത്രം ചൊല്ലാം, നിങ്ങൾ പൊളിച്ചോ. എന്താടാ ഇത്? എന്തിനാ ഗുഹ പൊളിക്കുന്നത്? ഇതാരാ? എന്റെ അമ്മാവനാ മിനിഞ്ഞാന്നാ വന്നത്. അമ്മാവനും പിള്ളേരും വന്നതുകൊണ്ടാ ഗുഹയിൽ ആളുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. പിള്ളേർ